നമസ്കാരം. കനത്ത മഴയാണ് ഓരോ ദിവസങ്ങളിലായും പെയ്തുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ് നീർവേലി ആയിത്തറ റോഡിലെ കരയാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെ ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള കമ്പിപ്പാലവും വളരെ അപകടാവസ്ഥ നേരിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കനത്ത മഴയിൽ കരയിടിഞ്ഞതിനെ തുടർന്ന് ആയിത്തറ നീർവേലി കണ്ടിയാങ്കണ്ടി ഭാഗത്തുള്ള റോഡ് അപകടാവസ്ഥയിലാണ്. റോഡിന് സമീപത്തുള്ള അഞ്ചരക്കണ്ടി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്നുള്ള സാഹചര്യത്തിലാണ് കരയിടിഞ്ഞത്. ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ ഇതുവഴിയാണ് കടന്നുപോയത്. ഈ വർഷം ഇതാദ്യമായാണ് ഇത്തരത്തിൽ കര ഇടിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് നീർവേലി പട്ടാരി റോഡാണിത്. അവിടുത്തെ എന്നുവെച്ചാൽ ഇത് പൈപ്പ് ലൈൻ ആദ്യം റോഡ് ഉണ്ടാക്കിയതിന് ശേഷം ചെറിയൊരു മണ്ണിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു തടസ്സം റോഡിന്. അതിനുശേഷമാണ് ഇവർ ഇത് വാട്ടർ അതോറിറ്റീൻ്റെ ആൾക്കാർ വന്ന് പൈപ്പിട്ട് അതിനുശേഷം ഒരു 1.5 ആഴത്തിൽ പൈപ്പിട്ടിരുന്നു. അതിൽ വെള്ളം ഇറങ്ങി അതിനുശേഷമാണ് റോഡ് അങ്ങോട്ട് പുഴേനെക്കുള്ള തള്ളിയത്. വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മാങ്ങാട്ടുടം പഞ്ചായത്ത് പ്രസിഡന്റ് PC ഗംഗാധരൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഈ ഒരു സുരക്ഷാ പ്രവർത്തനം നടത്തില്ല എങ്കിൽ റോഡ് അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഈ കാഴ്ച കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നത്. അത് നമ്മുടെ മേജർ ഇറിഗേഷൻ AE അദ്ദേഹം ഇവിടെ സൈറ്റ് സന്ദർശിച്ചിട്ടുണ്ട്, ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട്. അദ്ദേഹം അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ വെച്ച കാര്യങ്ങൾ ഞങ്ങൾ പഞ്ചായത്തൊക്കെ ചേർന്നുകൊണ്ട് അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി വാട്ടർ പ്രൂഫ് ഷീറ്റ് ഉപയോഗിച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തുക എന്ന പ്രക്രിയയാണ് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് മേജർ ഇറിഗേഷൻ ആൻഡി സറോഷ് തലശ്ശേരി സെക്ഷൻ AE ബിനോയ് ജോർജ് പറഞ്ഞു. അളകാപുരി മാലൂര് മെയിൻ റോഡ് ഏകദേശം ഒരു 30-35 മീറ്ററോളം ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഒരു വാട്ടർ പ്രൂഫ് ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്തിട്ട് വെള്ളമായിട്ടുള്ള കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ എംബാങ്ക്മെൻറ്റ് ഡാമേജ് ഇപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്കങ്ങനെ അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ സാങ്ഷൻ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് റീറ്റെയിനിങ് വാൾ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രപ്പോസലിലേക്ക് പോവാം. അപ്പോൾ നമ്മളത് ഫ്ലഡ് ഡാമേജ് റിപ്പോർട്ടായിട്ട് ഹയർ അതോറിറ്റിക്ക് അയക്കാം. റോഡിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വണ്ണത്തും താഴെ കോൺക്രീറ്റ് പാലവും അപകട ഭീഷണി നേരിടുകയാണ്. ദിവസേന 100 കണക്കിന് ആയിത്തറ മമ്പ്രം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളും കൈതേരി ഭാഗത്തേക്ക് പോകുന്നവരും ഇരുചക്ര വാഹനങ്ങളുമടക്കം കടന്നു പോകുന്ന പാതയാണിത്. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ കൈവരിയെല്ലാം തകർന്ന നിലയിലാണ്. മഴ തുടരുകയാണെങ്കിൽ റോഡ് കൂടുതൽ ഇടിയുമോ എന്ന ആശങ്കയിലാണ് പ്രദേശത്തെ ജനങ്ങൾ. മീഡിയ ഫുഡ് കൂത്തുപറമ്പ്. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ